ഫോട്ടോഷോപ്പിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനോട് ജോയിൻ്റ് ആയിട്ട് ഒരുപാട് വിൻഡോകൾ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. ഇവിടെ നമ്മളൊരു റെക്ടാങ്കിൾ ടൂൾ വരയ്ക്കുകയാണ്. ഇവിടെ ഒരുപാട് വിൻഡോകൾ ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും വലിയൊരു ഡിസ്റ്റർബ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ വിൻഡോകളും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ വേറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏത് വിൻഡോയാണോ ഓപ്പൺ ചെയ്യുന്നത് അത് മാത്രമായിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഒരു പുതിയ റെക്ടാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നു. അപ്പോൾ അതിനോട് കൂടെയുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് എന്നുള്ള വിൻഡോ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് എന്നുള്ള വിൻഡോ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് വരയ്ക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിൻഡോയാണ്. അതിൻ്റെ സൈഡുകൾ കർവ് ചെയ്യാനും ആ ഒരു ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ സ്ട്രോക്ക് കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള ഒരു വിൻഡോ ആണിത്. പക്ഷേ ചില സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ഒരു വിൻഡോ നമുക്ക് ഡിസ്റ്റർബ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോയും എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ചെയ്തിടുക. ഇനി നമ്മൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷേ നമുക്ക് ഈ റെക്ടാങ്കിൾ ഷേപ്പ് കൺട്രോൾ ചെയ്യാൻ ആ ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ വിൻഡോ എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം താഴോട്ട് വന്നാൽ ഇവിടെ കാണാം പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം.